ഇന്ന് വെള്ളിയാഴ്ച നല്ലൊരു അടിപൊളി കുക്കർ മന്തിയിൽ തന്നെ തുടങ്ങാം നമ്മളെ വ്ളോഗ്. ഒരു രക്ഷയില്ല, അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നിട്ട് ഈ കുക്കർ മന്തിക്ക്. എൻ്റെതല്ല കേട്ടോ, ഇത് നമ്മളെ അമ്മായി സ്പെഷ്യലാണ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തോന്നി റെസിപ്പി വിശദമായിട്ട് ചോദിച്ചിട്ട് എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അത്രയും ടേസ്റ്റായിരുന്നു. അറബിക് ഫുഡല്ലേ, അപ്പോൾ അറബിക് രീതിയിൽ തന്നെയായിരുന്നു കഴിക്കുകയും ചെയ്തത്. ഒന്നിച്ച് ഇതിലേക്ക് തട്ടിയിട്ട് എല്ലാവരും കൂടി ഇതിൽ നിന്ന് കഴിച്ച് റാഹത്തായി, അൽഹംദുലില്ലാ. ഫുഡ് കഴിച്ചിട്ട് നല്ലൊരു കിടത്തോല്ലാം കഴിഞ്ഞിട്ട് നല്ല ചായയും കടിയും അമ്മായിര വക സ്പെഷ്യൽ അതും കഴിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിനി. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മിയാ പാർക്കിലേക്കാട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ വിശാലമായിട്ട് കളിക്കുകയും ചെയ്യാം. ബോളൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പിള്ളേർ വന്നിട്ടില്ല. മിയാ പാർക്കിൽ എത്തിയപ്പോഴാട്ടാണ് നമ്മൾ കണ്ടത് ഇവിടെ നൈറ്റ് മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. തണുപ്പ് സീസണിലാട്ടാ മിയാ പാർക്കിലുള്ള ഈ നൈറ്റ് മാർക്കറ്റ് ഉണ്ടാവുക. ചെറിയ ചെറിയ സ്റ്റാളുകളാണ് ഫുഡിൻ്റെയും ഡ്രസ്സിൻ്റെയും അതുപോലെ ട്രഡീഷണലായിട്ട് കുറച്ച് സാധനങ്ങൾ സെയിൽ തന്നെയാണ്, സെയിൽ കൗണ്ടർ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കഴിവുകളോ സാധനങ്ങളോ ഇങ്ങനെ വിൽക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാം. ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റാളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ നിന്ന് മെല്ലെ നടന്ന് മുന്നോട്ട് പോയി. മഴ തുടങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് നല്ല നടന്ന് കാണാനും പുറത്തിറങ്ങാനും പറ്റിയ നല്ല സഹിക്കാൻ പറ്റുന്ന തണുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല വലുതായിട്ട്. കുട്ടികളെയും കൂട്ടി നമ്മളിങ്ങനെ കഥ പറഞ്ഞ് അങ്ങ് എന്താ പറയുക, അങ്ങ് അറ്റം വരെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളു. ഇതായി കുന്നിൻ്റെ മുകളിലൊക്കെ കയറിയപ്പോൾ നല്ല വ്യൂ. കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുടുംബക്കാർ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിച്ച് കുറേ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് രാവിലെ ഒരു ഡേ ടൈമിൽ ഇങ്ങോട്ട് ഒന്നുകൂടി വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടെല്ലാം ഉണ്ട്. കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് നമ്മൾ പിന്നെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ പാർക്കിലേക്ക് കൊണ്ടുപോയി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പറയണ്ട, അത്രയും ഫാമിലീസും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് മെല്ലെ വീട്ടിലേക്ക് പോയത്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിട്ട് ഇവിടെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഊട്ടിയിലൊക്കെ പോയൊരു വ്യൂ ആയിരുന്നു. ആ ഒരു തണുപ്പും കൂടി ആയപ്പോൾ സെറ്റായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.